ഗായ്സ്, ഞാൻ ഇന്നൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ടെറസിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വെറും മെഡിറ്റേഷൻ അല്ല, ഇത് വീനസ് മെഡിറ്റേഷൻ ആണ്. ഇതാ എൻ്റെ തൊട്ട് ബാക്കിലുണ്ട് വീനസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കും കാണാം കേട്ടോ. ടെറസിന്റെ മുകളിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഒരു സൗത്ത് വെസ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീനസിനെ കാണാൻ പറ്റും. ആൻഡ് ആസ് യൂഷ്വൽ എൻ്റെ കയ്യിൽ ഇതാ എൻ്റെ റോസറി ഉണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന, പഠിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ കയ്യിൽ ഇത് കാണുവേ. അപ്പം ഇന്നത്തെ മെഡിറ്റേഷൻ നമ്മൾ വീനസിനെ നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ മൂൺ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടല്ലേ, അതുപോലെ നമ്മൾ ഇന്ന് വീനസിനെ നോക്കിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ വീനസിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആൻഡ് നമ്മളുടെ ഡ്രീംസ് നമ്മൾ വീനസിനെ നോക്കി കണ്ണ് തുറന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പർ നമുക്ക് വീനസിനെ കാണിക്കാം. എന്നിട്ട് നമുക്ക് അതൊക്കെ ഒന്നുകൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഒരു 6:30 ഒക്കെ ആയിട്ടേ ഉള്ള ടൈമേ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് സ്റ്റാർസിനെ കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇപ്പോഴും സ്റ്റാർസ് നമുക്ക് നല്ല വിസിബിൾ ആണ്. ഞാൻ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് എൻജോയ് ചെയ്യാണ് ഗായ്സ്. ഞാൻ എല്ലാ ദിവസവും പറ്റുമ്പോഴൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഈ സമയത്ത് മിക്കവാറും ട്രാവലിംഗ് ഉള്ളപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ആകാശത്തേക്ക് നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഇപ്പം നമ്മളൊരു വില്ലേജിലാണെങ്കിലും ടൗണിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് എൻ്റെ അഫർമേഷൻ ഒന്നും എഴുതാൻ പറ്റില്ല എങ്കിൽ ഞാൻ ഇതിനെ നോക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് വിരൽ വെച്ച്, നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ എഴുതാറുണ്ട്. ആൻഡ് ഇതിനെ നോക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ ആ ഡ്രീംസ് ഒക്കെ നടത്തി തന്നതിന് നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മൾ ആക്ട് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, അതിൽ പറയാറുള്ളൊരു കാര്യമാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്യാറുണ്ട് ഗായ്സ്. ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഫിനാൻഷ്യൽ ഇഷ്യൂ, എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി പലരും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, വീനസ് മെഡിറ്റേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആക്ച്വലി വീനസ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ലവ്, ബ്യൂട്ടി, അബണ്ടൻസ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ സ്നേഹം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലഭിക്കണമെങ്കിൽ നമുക്ക് വീനസ് മെഡിറ്റേഷൻ ചെയ്യാം. വീനസ് എന്ന് പറയുന്ന ആ ഒരു സെലസ്റ്റിയൽ ബോഡി, അതിൽ നിന്നും വരുന്ന ഒരു കോസ്മിക് പവർ നമുക്ക് ആ ഒരു ലക്ഷ്യം സാധിച്ചു തരുമെന്നാണ് പല വിശ്വാസങ്ങളിലും പറയുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അപ്പിയറൻസിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ നമ്മുടെ മൈൻഡിന് ഒരു അസാധ്യമായിട്ടുള്ള പവർ ഉണ്ട്. ഈ ഒരു മെഡിറ്റേഷൻ വഴി നമുക്കത് സാധ്യമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് മണി അഥവാ എഫർട്ട്ലെസ് ആയിട്ട് അബണ്ടൻസിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനും ഈ ഒരു മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗായ്സ്. ആൻഡ് ഇവിടെ കുറച്ചുകൂടെ രാത്രി ആയിട്ടുണ്ട്, നമുക്ക് വീനസിനെ അത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആവുന്നുണ്ട്. എൻ്റെ ഇപ്പുറത്തൊക്കെ വീട്ടിലെല്ലാം ലൈറ്റ്സ് ഓൺ ആണ്. നമ്മുടെ റോഡിലൂടെയൊക്കെ ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്, അപ്പം നമുക്ക് നല്ല വെളിച്ചമുണ്ട്. മാത്രമല്ല നമ്മുടെ വീടിന് ഓപ്പോസിറ്റുള്ള ഒരു കമ്പനി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനി ഉണ്ട്. അവിടെയൊക്കെ സ്റ്റാഫ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ക്രിസ്മസ് ടൈം അല്ലേ, അപ്പോൾ അവർക്ക് നല്ല ബൾക്ക് ഓർഡേഴ്സൊക്കെ ഇപ്പോൾ ഈ ടൈമിലുണ്ട്. അവരും എല്ലാം അവിടെ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് പേടിയൊന്നും തോന്നില്ല. മാത്രമല്ല ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രാത്രി ആകാശത്തേക്ക് നോക്കാൻ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് വീനസ് മെഡിറ്റേഷൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ വളരെ ക്വയറ്റ് ആയിട്ടുള്ള, ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു പ്ലേസ് കണ്ടുപിടിക്കുക. ഞാനെപ്പോഴും ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബാൽക്കണിയിലായിരിക്കും. പക്ഷേ ഈ സ്റ്റാർസിനെയൊക്കെ കാണാനും ഒക്കെ കുറച്ചുകൂടി നല്ലത് ടെറസ് അല്ലേ. യെസ്, ഓപ്പൺ ടെറസിലേക്ക് വരിക. ആൻഡ് നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. ഫോണൊക്കെ സൈലൻറ്റ് മോഡിലാക്കി ഡിസ്ട്രാക്ഷൻസിൽ നിന്നെല്ലാം ഡീവിയേറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് കുറേ നേരം വീനസിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇനി നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടയ്ക്കാതെ ഓപ്പൺ ഐസോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവേ. ഞാൻ അങ്ങനെയാണിപ്പോൾ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല, ഒരുപാട് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ ചെയ്യുക. നല്ലൊരു ലൈറ്റിൻ്റെ ഒരു ബീം നിങ്ങളുടെ മുന്നിൽ കാണുന്നു. ആക്ച്വലി ആ ഒരു ബീം, ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ആ ഒരു ലൈറ്റ് വീനസിൽ നിന്ന് വരുന്ന എനർജിയാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ആ ഒരു ലൈറ്റ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ,
എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കാം. നിങ്ങൾക്ക് ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മന്ത്രാസ് പറയാം. I am worthy of love and abundance. I am worthy of love and abundance. ഇങ്ങനെയാണ് നമ്മൾ നോർമലി വീനസ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ എഴുതിയ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് വീനസിനെ കാണിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പം വീനസ് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കാം കേട്ടോ. ദാ വീനസിനെ ക്ലോസ് ആയിട്ട് നോക്കിക്കോളൂ. ഇപ്പം തന്നെ ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി തന്നെ വീനസിനോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. ഇപ്പം ടൈം ഒരു 7:30 7:45 ആണ് ഗൈസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീനസ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫാണ് നമ്മൾ ഈ വീനസിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയാം. കാരണം നമുക്കറിയാം, ഈ നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീസാണ് മൂൺ, സൺ, വീനസ്, ഈ പ്ലാനറ്റ്സ്, ഈ സ്റ്റാർസ്. ഇതൊക്കെ കണ്ടില്ലേ? എൻ്റെ ബാക്കിൽ രണ്ടുപേര് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അവരെ സാക്ഷി നിർത്തിയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ടെൻസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ സ്കൈയിൽ വരൂ, ടെറസിൽ വരും. പക്ഷേ സേഫ്റ്റി നോക്കണേ. സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ സേഫ് ആണോ, ആ ഒരു സ്ഥലത്ത് നമ്മൾ സേഫ് ആണോ നോക്കാൻ. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മൂൺ മെഡിറ്റേഷൻ, വീനസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കുന്ന സ്ഥലത്തൊക്കെ പോയി വെറുതെ റിസ്ക് എടുത്ത് ചെയ്യരുത്. വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് റിലാക്സ്ഡ് ആയിട്ടുള്ള സമയത്ത് മാത്രം ചെയ്യും. ഈ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ ഇവിടെ വന്ന് നിന്നാലാണ് എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അവിടെ ഇരുട്ടാണ്, പക്ഷേ എനിക്കിവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അത് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു ലൈറ്റ് കിട്ടില്ല. പക്ഷേ ഈ സ്കൈ ഫുൾ ഇവിടെ സ്റ്റാർസാണ് ഗായ്സ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ക്യാമറയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഇല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഈ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ടെറസിൻ്റെ ഏറ്റവും ടോപ്പാണ് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. ഈ അപ്പുറത്തൊക്കെ ലൈറ്റ് ഓണാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഞാൻ പറഞ്ഞല്ലോ സ്നാക്സോ ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനിയുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് വലിയ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവരവിടെ വർക്കിംഗ് ആണ്. എനിക്ക് അവരെ കാണാം. അതുപോലെ തന്നെ റോഡിലൂടെയൊക്കെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡാണ്. അപ്പം ഒത്തിരി രാത്രിയൊന്നും ആയിട്ടില്ല. ഇതൊരു 7:45 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ മൂൺ മെഡിറ്റേഷൻ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലം മെഡിറ്റേഷനാണ് വീനസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്തിനാണിത് ചെയ്യുന്നത്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളിത് ചെയ്യുന്നത് വഴി നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുകയാണ്. എന്താ സിംപ്ലി ഈ മൂൺ മെഡിറ്റേഷൻ പോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഈ യൂണിവേഴ്സിനോട് പറയുകയാണ്. വീനസ് എന്ന് പറയുന്ന അതൊരു പ്ലാനറ്റാണ്, അതിനോട് നമ്മൾ എന്ത് പറയാനാണ് അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ യൂണിവേഴ്സിലുള്ള ഓരോ സെലസ്റ്റിയൽ ബോഡിയോടും കണക്റ്റ് ആവുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം അതിനോട് അടുക്കുന്നോ അത്രത്തോളം യൂണിവേഴ്സ് നമ്മളോട് അടുക്കും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലി ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതിനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതിനോട് പറയുക. ഇതൊക്കെയാണ് എൻ്റെ നിലവിലെ ആവശ്യങ്ങൾ, ഇതൊക്കെ എനിക്ക് നൽകിയതിന് താങ്ക് യു സോ മച്ച്, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയതിന് നന്ദി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും, ഒരു പോസിറ്റിവിറ്റി കിട്ടും. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നിന്ന് ഉരുകുന്നതിലും എത്രയോ നല്ലൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യമാണെന്ന്. മാത്രമല്ല നമ്മുടെ മൈൻഡിലുള്ള സ്ട്രെസ്സൊക്കെ റിലീഫ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു വീനസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് വേറെ റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ സിംപ്ലി വന്ന് എൻ്റെ കയ്യിലൊരു ജപമാലയൊക്കെ ഉണ്ട് കേട്ടോ, ജപമാല. യെസ്. അപ്പോൾ ഈ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ജപമാലയൊക്കെ പിടിച്ച് ഞാനിങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ അതിനോട് ഞാൻ പറയും എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എനിക്കത് തന്നതിന് താങ്ക്സ്, എനിക്ക് ഇന്ന് കിട്ടിയ ബ്ലെസ്സിങ്സിനൊക്കെ താങ്ക്സ്. ഇന്ന് എനിക്കൊരു അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റി, കുറേ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റി. ആൻഡ് അതെല്ലാം നമ്മൾ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിംപ്ലി മൂൺ മെഡിറ്റേഷൻ പോലെ തന്നെയാണ് വീനസ് മെഡിറ്റേഷൻ. പിന്നെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഉള്ളിൽ അതൊക്കെ നമ്മൾ പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഗൈസ്. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളൊരു ഹാബിറ്റാക്കി നിങ്ങൾക്ക് പിന്നെ അതിനേ ശീലം സമയം കാണുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഞാനപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. കുറച്ചുകൂടി ഞാൻ വീനസിനെ ഇങ്ങനെ നോക്കി, ഇത് വീനസ് അല്ല, ഇത് ചന്ദ്രനാണ് കേട്ടോ.
ചന്ദ്രൻ ഇന്ന് ഫുൾ ഫിഗർ ആയിട്ടില്ല. ഈ ഡിസംബർ 15-നാണ് 2024 ലാസ്റ്റ് ഫുൾ മൂൺ വരുന്നത്. ആരും മിസ് ചെയ്യരുത്. ആൻഡ് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങളുടെ എല്ലാ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ഒരു പേഴ്സണലൈസ്ഡ്, അതായത് ഒരാൾ മാത്രം ഇൻഡിവിജ്വലായിട്ട് ഞാൻ തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ തരുന്നതായിരിക്കും. നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മളോട് വന്നിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരുപാട് വലിയ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ അവരുടെ ഈ ഒരു മെഡിറ്റേഷനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് പല്ല് ചലിച്ച സൗണ്ട് ആരെങ്കിലും കേട്ടോ? യെസ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീനസ് മെഡിറ്റേഷൻ ഞാൻ അതിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ, വീനസ് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.